الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പ്രവർത്തകരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് പഠനവിധേയമാക്കുന്ന മഹത്തായ സദസ്സിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സുന്നത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വഹീൻ്റെ രണ്ടാം ഭാഗം പഠിക്കുക എന്നാണ്. വഹീ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, കേവലം ശുദ്ധ ഖുർആൻ മാത്രമല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടാനുസാരം സംസാരിക്കുന്നവനല്ല. മനസ്സിലായല്ലോ? ഇഷ്ടാനുസാരം, ഇച്ഛക്കനുസരിച്ച് സംസാരിക്കുന്നവനല്ല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അതായത് അത് വഹി മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും ഹദീസും വഹിയാകുന്നു. അങ്ങനെയാണ് പണ്ഡിതന്മാർ ഈ വിശാലമായ അർത്ഥം പഠിപ്പിക്കുന്നത്. അലാ വ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹ്, അതായത് അറിയുക, എനിക്ക് വിശുദ്ധ കിതാബും വിശുദ്ധ ഗ്രന്ഥവും അതുപോലെയുള്ള ഒന്നും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന്. അതെന്താണ്? ഹദീസ്. അപ്പം വിശുദ്ധ ഖുർആൻ പോലെ തന്നെ തിരുസുന്നത്തും എന്താണ്? പ്രമാണമാണ്. നമ്മുടെ രണ്ടാം പ്രമാണം എന്താണ്? ഹദീസാണ്. അപ്പം ആ ഹദീസാണ് നാം ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ദൈനംദിന നമ്മുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ നാം സ്വീകരിക്കേണ്ട നിലപാട്, നാം എങ്ങനെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, നമ്മുടെ ശുദ്ധിയാകട്ടെ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഈ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അപ്രകാരം നാം അനുഷ്ഠിക്കേണ്ടതാണ്. അതിന് പണ്ഡിതന്മാർ രചിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായൊരു ഹദീസ് ഗ്രന്ഥമാണ് നാം പഠിക്കുന്നത്. അതെന്താണ്? ഉംദത്തുൽ അഹ്കാം, അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി, ഹിജ്റ 600-ാം വർഷം മരണപ്പെട്ട അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് രചിച്ച അൽ ഉംദത്തു ഫിൽ അഹ്കാം, അല്ലെങ്കിൽ ഉംദത്തുൽ അഹ്കാം, 400 ചില്ലാനം ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് നാം പഠിക്കുന്നത്. 430 അതല്ല, അതിന് മേലെയാണ്, അതിൽ കുറവാണ് എന്നൊക്കെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ, വിശ്വസനീയമായ ഹദീസുകളാണ് നാം പഠിക്കുന്നത്. എന്താ കാരണം? ഇത് കർമ്മശാസ്ത്ര അധ്യായങ്ങളുടെ ക്രമത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകളാണ്. അതിൻ്റെ വിശ്വാസയോഗ്യത സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇമാം ബുഖാരിയും മുസ്ലിമും ഇത്തിഫാഖോടുകൂടി, അല്ലെങ്കിൽ ബുഖാരി മാത്രം മുസ്ലിം മാത്രം, അങ്ങനെ ചില ഒറ്റപ്പെട്ട റിവായത്തുകൾ ഒഴികെ ബഹുഭൂരിഭാഗം ഹദീസുകളും ഇമാം ബുഖാരി മുസ്ലിമും യോജിച്ചുകൊണ്ട് ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് എന്ത് പറയും? മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. ആ ഹദീസുകളാണ് നാം പഠിക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം ഏതാണ്? ഗ്രന്ഥങ്ങൾ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിം. അത് കഴിഞ്ഞിട്ട് മറ്റു ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളൂ. ഇമാം അബൂ ദാവൂദ്, ഇബ്നു മാജ, നസായി, തിർമിദി, അതിനുശേഷം ഇമാം ദാറഖുത്നി, ദാരിമി,
അങ്ങനെ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരിയിലെയും സഹീഹ് മുസ്ലിമിലെയും ഏതാനും പ്രസക്തമായ ചില കർമ്മശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നാം പഠിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം നാം മുമ്പൊക്കെ സൂചിപ്പിച്ചതാണ്. വീണ്ടും നാം ആവർത്തിക്കാനുള്ള കാരണം നമ്മുടെ ഈ പഠനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, ഇവിടെ നാം അവസാനമായി വിശദീകരിച്ച ഹദീസ് എന്താണ്? 5-ാം നമ്പർ ഹദീസാണ്. ഇതിൻ്റെ മത്തിന്, ഇതിൻ്റെ ടെക്സ്റ്റ് ഈ ക്ലാസ്സിന് തുടക്കത്തിൽ എല്ലാവരുടെ കൈവശവും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ PDF ആയിട്ടും കിട്ടും. ഉംദത്തുൽ അഹ്കാം എന്ന് അടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമായ ഗ്രന്ഥമാണ് ഉംദത്തുൽ അഹ്കാം. ഇതിൽ 5-ാമത്തെ ഹദീസ് എന്താണ്? عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يبولن أحدكم في الماء الدائم الذي لا يجري ثم يغتسل منه. ولمسلم لا يغتسل أحدكم في الماء الدائم وهو جنب. لا يبولن أحدكم في الماء الدائم, നിത്യമായി ഇളകാതെ ഒഴുകാതെ നിൽക്കുന്ന വെള്ളത്തിൽ ആരും മൂത്രമൊഴിക്കരുത്, എന്നിട്ട് അതിൽ നിന്ന് കുളിക്കുകയും ചെയ്യരുത്. അപ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും യാതൊരു കാരണവശാലും മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന കണിശമായ ഒരു വിലക്കാണ് ഈ ഹദീസിലൂടെ നാം പഠിപ്പിക്കപ്പെടുന്നത്. അത് ഹറാമാണെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒഴുകാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പല ആൾക്കാരും വുദു എടുക്കും, കുളിക്കും. അപ്പോൾ വെള്ളം അഴുക്കാക്കാൻ പാടില്ല. ഇനി കുറഞ്ഞ വെള്ളമാണെങ്കിലോ അത് ആ മൂത്രം മുഖേന മാറിക്കഴിഞ്ഞാൽ, മാറ്റം വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? അത് മൊത്തം നജസ്സായി മാറും. എന്നാൽ ഒഴുകുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാസമുദ്രങ്ങൾ, ഇപ്പോൾ സമുദ്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തല്ല, ഈ ഹദീസിൽ ഉൾപ്പെടുന്നില്ല. കാരണം ഇവിടെ കെട്ടി നിൽക്കുന്ന, തങ്ങി നിൽക്കുന്ന, ഒഴുകാത്ത, അല്ലദീ ലാ യജ്രി, ഒഴുകാത്ത വെള്ളത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഹദീസ് ചർച്ച ചെയ്യുന്നത്. സുമ്മ യഗ്തസിലു മിൻഹു, എന്നിട്ട് അതിൽ നിന്ന് കുളിക്കുകയും ചെയ്യുക, അത് പാടില്ല. അപ്പോൾ ആ വെള്ളം എന്താണ്? ഇപ്പോൾ ധാരാളം വെള്ളമുണ്ട്, കുറേ വെള്ളമുള്ള കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം, അവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല. പക്ഷെ മൂത്രമൊഴിക്കപ്പെട്ടാൽ വെള്ളത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അതായത് വെള്ളത്തിൻ്റെ ഗന്ധത്തിലോ അതേപോലെ തന്നെ കളറിലോ ഒന്നും മാറ്റമില്ല എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ, വെള്ളം കുറയുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വെള്ളം നജസ്സാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മാറ്റം സംഭവിച്ചാലോ നജസ്സാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ എന്താണ്, പല പണ്ഡിതന്മാരും എക്സെപ്ഷനായിട്ട് പറഞ്ഞത് എന്താണ്, ഇസ്തിസ്ന ആയിട്ട് പറഞ്ഞത്, അതായത് ഇപ്പോൾ തങ്ങി നിൽക്കുന്നപ്പോൾ സമുദ്രത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടാവും, ഉണ്ടാവണമെന്നില്ല. അതും എന്തല്ല, അത് ഈ വിഷയത്തിൽ പെടുന്നില്ല. കാരണം അത്രക്കും വെള്ളം, ഒരു പിന്നെ നദി അല്ലെങ്കിൽ സമുദ്രം പോലെയുള്ള വെള്ളം, വിശാലമായ വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ അത് ഈ ഹുക്മിൽ പെടുന്നില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഏതായാലും മൂത്രമൊഴിക്കുമ്പോഴൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. വഴിയിൽ മൂത്രമൊഴിക്കുക, അതേപോലെ തന്നെ ആൾക്കാരൊക്കെ ശുദ്ധിക്ക് വേണ്ടി അവലംബിക്കുന്ന വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് മൂത്രമൊഴിക്കുക, അതൊക്കെ ശരിക്ക് വളരെ സൂക്ഷ്മതയോടെ നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുള്ള ഹദീസ് എന്താണ്? അതായത് നിത്യമായ തങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ ആരും ജനാബത്തുള്ള ആരും കുളിക്കാൻ പാടില്ല. അവിടെ ഉദ്ദേശം എന്താണ്? മറ്റുള്ളവർക്ക് ആ വെള്ളം അഴുക്കാക്കാൻ പാടില്ല, വൃത്തികേടാക്കാൻ പാടില്ല. അതല്ലാതെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ആ വെള്ളം നജിസായി എന്നല്ല. കാരണം ജനാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രബലമായ വീക്ഷണ പ്രകാരം ജനാബത്ത് നജസ്സല്ല, മനസ്സിലായല്ലോ. എന്നാൽ അത് അശുദ്ധിയാണെന്ന് പറഞ്ഞാൽ നമസ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഉള്ള അശുദ്ധി ബാധിച്ചു. അതിനാണ് ഹദസ് എന്ന് പറയുക. ഹദസും നജാസയും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അശുദ്ധിയും നജാസയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതായത് നജിസാവുന്നു വെള്ളം. പക്ഷേ പ്രബലമായ വീക്ഷണ പ്രകാരം നജിസാകുന്നില്ല. എന്നാൽ നജിസ് അല്ലെങ്കിൽ താഹിർ ആകും, തഹൂർ
അല്ല എന്ന് പറഞ്ഞ വീക്ഷണവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ജനാപത്തുള്ള ഒരാൾ ഒരു ചെറിയ കുറഞ്ഞ വെള്ളത്തിൽ കുളിച്ചു എന്ന് വിചാരിക്കും. ആ കുളിച്ച വെള്ളം ശുദ്ധിയാക്കുമോ? അത് സ്വയം ശുദ്ധിയുള്ളതാണ്, എന്നാൽ ശുദ്ധിയാക്കുകയില്ല എന്ന ചില ഫിഖിന്റെ കിതാബിൽ കാണാൻ സാധിക്കും. ചില പല മദ്ഹബുകളിലും ആ ചർച്ചയുണ്ട്. അതിനെ പറയുക തഹൂറുൻ താഹിറുൻ ഫി നഫ്സിഹി വഗൈറു തഹൂർ. അതായത് സ്വയം ശുദ്ധിയുള്ളതാണ്, എന്നാൽ ശുദ്ധിയാക്കുകയില്ല. അതിന് താഹിർ തഹൂർ എന്നൊക്കെ വ്യത്യാസം പറയുന്നുണ്ട്. അവിടെയും പ്രബലമായ അഭിപ്രായം അത് തഹൂറാണ്. തഹൂറല്ല എന്നതിനെന്താണ്? ആ വെള്ളം മാറ്റം സംഭവിച്ചാൽ, ഇപ്പം നജാസത്ത് ബാധിച്ചു എന്ന് വിചാരിക്കുക, ആ നജാസ കൊണ്ട് വെള്ളം മാറിക്കഴിഞ്ഞാൽ അതെന്തല്ല, ശുദ്ധിയുള്ള വെള്ളമല്ല. അല്ലെങ്കിൽ അതിൻ്റെ അസ്ലു ഹുക്ം എന്താണ്? വെള്ളത്തിൻ്റെ അസ്ലു ഹുക്ം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ്? ശുദ്ധിയുള്ളതാണ്. എൻ്റെ തെളിവ് സഹീഹായ ഹദീസ്, ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈ. വെള്ളം ശുദ്ധിയുള്ളതാകുന്നു, അതിനൊന്നും അഴുക്കാക്കുന്നില്ല, നജസാക്കുന്നില്ല എന്ന്. ഇത് കഴിഞ്ഞ ക്ലാസ്സിലെ ഹദീസാണ്. ഇനി നമ്മൾ ഇന്ന് ആറാമത്തെ ഹദീസ് മുതലാണ് ആരംഭിക്കുന്നത്. എന്താണ് ആറാമത്തെ ഹദീസ്? അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ശരിബൽ കൽബു ഫീ ഇനാഇ അഹദികും ഫൽയഗ്സിൽഹു സബ്അ വലിമുസ്ലിമിൻ ഉലാഹുന്ന ബിത്തുറാബ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇദാ ശരിബൽ കൽബു ഫീ ഇനാഇ അഹദികും ഫൽയഗ്സിൽഹു സബ്അ. അതായത് നായ നിങ്ങളുടെ വല്ലവരുടെയും പാത്രത്തിൽ നിന്ന് കുടിച്ചാൽ ആ പാത്രത്തിൽ 7 പ്രാവശ്യം കഴുകിക്കൊള്ളട്ടെ. ഈ ലാം എന്താണ് അറിയിക്കുന്നത്? ഫൽയഗ്സിൽഹു സബ്അ, 7 പ്രാവശ്യം കഴുകട്ടെ എന്ന് പറയുമ്പോൾ ഈ ലാമിൻ്റെ അർത്ഥം എന്താണ്? ഫൽയഗ്സിൽഹു സബ്അ. ഗസല യഗ്സിൽ എന്ന് പറഞ്ഞാൽ കഴുകുക എന്നർത്ഥം. ഈ ലാമിൻ്റെ അർത്ഥം എന്താണ്? നിർബന്ധമായും കഴുകിക്കൊള്ളട്ടെ. അത് കൽപ്പനയുടെ അമ്രിൻ്റെ ലാമാണ്. ലാമുൽ അമ്ർ, ആജ്ഞയുടെ ലാമാണത്. ഫൽയഗ്സിൽഹു സബ്അ വലിമുസ്ലിമിൻ, ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ ഊലാഹുന്ന ബിത്തുറാബ്. അതിൻ്റെ ഒന്നാമത്തെ പ്രാവശ്യം 7 പ്രാവശ്യം കഴുകണമല്ലോ. ഒന്നാമത്തെ പ്രാവശ്യം എന്തുകൊണ്ടായിരിക്കണം? മണ്ണ് കൊണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ഹദീസ്, അതിന് തൊട്ട് ശേഷമുള്ള ഹദീസും അതുമായി ബന്ധപ്പെട്ടതാണ്. 7-ാം നമ്പർ ഹദീസ് എന്താണ്? വലഹു ഫി ഹദീസ് അബ്ദുല്ലാഹി ബിൻ മുഗഫൽ. അബ്ദുല്ലാഹി ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇദാ വലഗൽ കൽബു ഫിൽ ഇനാഇ. അതായത് വെള്ളത്തിൽ നായ തലയിടുകയും അങ്ങനെ കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫിൽ ഇനാഇ ഫഗ്സിലൂഹു സബ്അ, ആ പാത്രത്തെ 7 പ്രാവശ്യം കഴുകിക്കൊള്ളട്ടെ, കഴുകണം. ഇത് കൽപ്പനയാണ്. വഅഫിറൂഹു الثامنة بالتراب, 8ാമത്തെ പ്രാവശ്യം മണ്ണ് കൊണ്ട് തേക്കണം. അപ്പോൾ ഇവിടെ ഇദാ വലഗൽ കൽബു ഫിൽ ഇനാഇ, രണ്ടാമത്തെ ഹദീസ് എന്താണ്? അതായത് നായ പാത്രത്തിൽ നിന്ന് കുടിച്ചാൽ, ഇനായിൽ നിന്ന് കുടിച്ചാൽ 7 പ്രാവശ്യം കഴുകണം, 8ാമത്തെ പ്രാവശ്യം മണ്ണ് കൊണ്ടായിരിക്കണം. ഒന്നാമത്തെ ഹദീസോ ആദ്യത്തെ 7 പ്രാവശ്യം കഴുകണം. ഇമാം മുസ്ലിം റിവായത്തിൽ ഒന്നാമത്തെ പ്രാവശ്യം എന്തായിരിക്കണം? മണ്ണ് കൊണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പരസ്പരം വിരുദ്ധമാണെന്ന് തോന്നിപ്പിക്കുമാറുള്ള ചില 2 റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഉത്തരം നാം പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഹദീസിലേക്ക് മടങ്ങാം. ഇദാ ശരീബൽ കൽബു ഫീ ഇനാഇ അഹദികും. അതേപോലെ മറ്റൊരു റിവായത്തിൽ എന്താണ്? ഇദാ വലഗൽ കൽബു. എന്താ ഈ വലഗ എന്ന് പറഞ്ഞാൽ? വലഗ എന്ന് പറഞ്ഞാൽ വലഗ യലഗു എന്ന് പറയും. വലഗ എന്ന് പറഞ്ഞാൽ കുടിച്ചു, കുടിക്കുന്നു എന്ന ക്രിയ എന്താണ്? മുദാരിഅാണ്, അതായത് വർത്തമാനകാല ക്രിയ. യലഹു എന്ന് പറയും. ബിൽ ഫത്ഹി ഫീഹിമ ഇദാ ശരിബ ബിതറഫി ലിസാനിഹി, നാവിൻ്റെ അറ്റം കൊണ്ട് കുടിക്കുന്നതിനാണ് എന്ത് പറയുക? വലഗ എന്ന് പറയുക. നമുക്കറിയില്ല, ഇപ്പോൾ നായക്ക് പാത്രത്തിൽ നിന്ന് കുടിക്കുന്ന രംഗം നാം കാണാറുണ്ട്. അപ്പോൾ എന്താണ്? നാവിൻ്റെ അറ്റം ഇങ്ങനെ ആവർത്തിച്ച് അതിനെ ചലിപ്പിച്ചുകൊണ്ട് വെള്ളത്തിൽ പിന്നെ ഇടുന്നു. അതാണ് ശരിക്ക് വലഗ എന്ന് പറഞ്ഞാൽ. ഔ അദ്ഖല ലിസാനഹു ഫീഹി ഫഹറക, അല്ലെങ്കിൽ നാവ് വെള്ളത്തിൽ
ഇട്ട് അതിനെ ചലിപ്പിക്കുന്നതിനാണ് എന്ത് പറയുക? വലക എന്ന് പറയാം. അപ്പം അതിന് തഫ്സീർ ആദ്യത്തെ റിവായത്തിൽ നാം കണ്ടതാണ് ഷരീബ. അതിന് ചുരുക്കം എന്താണ്? കുടിച്ചു എന്ന് തന്നെയാണ്. നാവ് ചലിപ്പിച്ചു, അതിന് വലക എന്ന് പറയും. കുടിച്ചു എന്ന വാക്കാണ് ഒന്നാമത്തെ റിവായത്ത്. ഇവിടെ നോക്കൂ നിങ്ങൾ, വഅഫിറൂഹു സാമിനത ബിത്തുറാബ്. ഏഴാമത്തെ ഹദീസിന്റെ അവസാനം എന്താണ്? വഅഫിറൂഹു അസ്സാമിനത ബിത്തുറാബ്. അതായത് 8ാമത്തെ പ്രാവശ്യം തുറാബ് കൊണ്ട്, മണ്ണ് കൊണ്ട് അതിനെ തേച്ചു കൊള്ളണം. അപ്പോൾ ഈ മണ്ണ് കൊണ്ട് പുരട്ടി അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് കഴുകുന്നതിന് എന്താ പറയുക? അറബിയിൽ അത്തഅഫീർ എന്ന് പറയും. അതിൻ്റെ ക്രിയയാണ് വഅഫിറൂഹു അസ്സാമിനത ബിത്തുറാബ്. അത്തംരീഹു ഫിത്തുറാബ് എന്നാണ് അതിൻ്റെ നിർവചനം അറബിയിൽ. അപ്പം ഇവിടെ സഹോദരന്മാരെ, പരസ്പരം വൈരുദ്ധ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ, 1ാമത്തെ പ്രാവശ്യം മണ്ണുകൊണ്ടായിരിക്കണം. 2ാം റിവായത്തിൽ എന്ത് പറയുന്നു? 8ാമത്തെ പ്രാവശ്യം മണ്ണുകൊണ്ടായിരിക്കണം. അപ്പോൾ ഈ പണ്ഡിതന്മാർ പറയുന്നു യാതൊരു വൈരുദ്ധ്യവുമില്ല. കാരണം ഇമാം നവവി പറയുന്നു, ശർഹു സഹീഹ് മുസ്ലിമിൽ പറയുന്നു, വഅമ്മാ റിവായതു വഅഫിറൂഹു അസ്സാമിനത ബിത്തുറാബ് ഫമദ്ഹബുനാ വമദ്ഹബുൽ ജമാഹീരി അന്നൽ മുറാദ ഇഗ്സിലൂഹു സബ്അൻ വാഹിദത്തുൻ മിൻഹുന്ന ബിത്തുറാബി മഅൽ മാ فكأن التراب قائم مقام غسله فسميت ثامنة. എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്ഹബ് അനുസരിച്ച്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച്, ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും വീക്ഷണം അനുസരിച്ച് ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? അതായത് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും വീക്ഷണ പ്രകാരം ഈ ഹദീസിന്റെ അർത്ഥം 7 പ്രാവശ്യം കഴുകുക എന്ന് തന്നെയാണ്. ഈ 7 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം എന്തുകൊണ്ടായിരിക്കണം? മണ്ണുകൊണ്ടായിരിക്കണം. അപ്പം മണ്ണ് തേച്ചുകൊണ്ടുള്ള കഴുകൽ 8ാമത്തെ പ്രാവശ്യമാണെന്ന് മറ്റൊരു റിവായത്തിൽ വരാനുള്ള കാരണം എന്താണ്? അതായത് വെള്ളമല്ലാത്ത വേറൊരു സംഗതിയാണ് എന്ത്? മണ്ണ്. അപ്പോൾ മണ്ണിനെ സെപ്പറേറ്റ് ആയിട്ട്, അത് ശരിക്കും അതൊരു സ്വതന്ത്രമായ ഒരു കണക്കാണ് അതിനെ കണക്കൂട്ടിയത്. അപ്പോൾ 8ാമത്തെ പ്രാവശ്യം എന്നായി എന്ന് പറഞ്ഞാൽ നമ്മൾ 7 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകുന്നുണ്ട്, ഒരു പ്രാവശ്യം മണ്ണും ചേരുന്നുണ്ട്. പക്ഷെ മണ്ണിനെ സ്വതന്ത്രമായി നാം പറയുകയാണെങ്കിൽ 8 എന്നൊരു പ്രയോഗം വന്നതാണ് എന്നാണ് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും അതിനെ വ്യാഖ്യാനിച്ചത്. അതല്ലാതെ 8 പ്രാവശ്യം എന്ന് കണക്കില്ല എന്നാണ് ധാരാളം പണ്ഡിതന്മാരുടെ വീക്ഷണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? 7 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകുക, അതിൽ 1 പ്രാവശ്യം മണ്ണും ചേരണം. ഇനി ഈ മണ്ണ് കൊണ്ട് നാം മണ്ണ് ചേർത്തുകൊണ്ട് കഴുകുക എന്ന് പറയുമ്പോൾ അത് ആദ്യമാണോ അവസാനമാണോ? അതിലും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് ഇതിലേറ്റവും പ്രബലമായ റാജിഹായ റിവായത്ത് ഊലാഹുന്ന എന്ന വാക്കാണത്ര. അതെങ്ങനെ മനസ്സിലാക്കുക? അത് നമ്മൾ കഴിഞ്ഞ ഹദീസ് നിദാന ശാസ്ത്ര വിഷയത്തിൽ ബൈഖൂനി വിശദീകരിച്ചപ്പോൾ പറഞ്ഞു. എന്താണ്? അതായത് കൂടുതൽ റാവിമാർ ഉദ്ധരിച്ച റിവായത്തുകൾക്കാണ് നാം മുൻതൂക്കം കൊടുക്കേണ്ടത്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ഊലാഹുന്ന ബിത്തുറാബ്, അതിൻ്റെ 1ാമത്തെ പ്രാവശ്യം മണ്ണുകൊണ്ടായിരിക്കണം എന്ന റിവായത്താകുന്നു അർജഹു മിൻ ഹൈസുൽ അക്സരിയ വൽ അഹ്ഫദിയ. അതായത് ബഹുഭൂരിഭാഗം റാവിമാരും ഏറ്റവും കൂടുതൽ ഹദീസ് മനപ്പാടമുള്ള ഹിഫ്ദുള്ള റാവിമാരും ഉദ്ധരിച്ച റിവായത്ത് ഏതാണ്? ഊലാഹുന്ന എന്നാണ്. ഇതിനേക്കാളും കൂടുതൽ പ്രബലമായത് 8ാമത്തെ പ്രാവശ്യം മണ്ണുകൊണ്ടായിരിക്കണം എന്ന റിവായത്തിനേക്കാളും പ്രബലമായ റാജിഹായ റിവായത്ത് ഏതാകുന്നു? ഊലാഹുന്ന ബിത്തുറാബ്, 1ാമത്തെ പ്രാവശ്യം എന്തായിരിക്കണം? മണ്ണുകൊണ്ടായിരിക്കണം എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്. അവിടുന്ന് പറയുന്നു, ഊലാഹുന്ന അർജഹു മിൻ ഹൈസുൽ അക്സരിയതു വൽ അഹ്ഫദിയതു. നമ്മുടെ തുല്ലാബുൽ ഇൽമി ശ്രദ്ധിക്കേണ്ടതാണ്, ഹൈസുക്ക് ശേഷം ഇസ്മു വന്നു കഴിഞ്ഞാൽ അവിടെ ബമ്മു കൊണ്ടാണ് വായിക്കേണ്ടത്. മിൻ ഹൈസു അൽ അക്സരിയതു വൽ അഹ്ഫദിയ. കാരണം ഹൈസുന് ശേഷം എന്താണ്? ജുംലയാണ് വരിക, മുബ്തദഉം ഖബറും. അപ്പം എന്താണ്? മർഫൂ ആണത്. ശരി. വൽ മഅന, അതിൻ്റെ അർത്ഥം എന്താണ്? لأن تتريب الأخيرة يقتضي الاحتياج إلى غسله أخرى لتنظيفه. അവിടെ പറഞ്ഞ ഇല്ലത്ത് എന്താണ്? ഇബ്നു ഹജർ പറയാണ്, അതായത് അവസാനത്തെ കഴുകൽ
നമ്മൾ മണ്ണ് കൊണ്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെയും വെള്ളം കൊണ്ട് അതിന് വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എന്താണ് പ്രബലമായ വീക്ഷണം തീർച്ചയായിട്ടും എന്താണ്, മണ്ണ് കൊണ്ട് ആദ്യം കഴുകുക, ബാക്കിയുള്ള 6 പ്രാവശ്യവും എന്താണ് വെള്ളം കൊണ്ട് പൂർത്തീകരിക്കുക. അപ്പോൾ ഇവിടെ ഒരു സംശയം നബി വസല്ലം പറഞ്ഞല്ലോ, അതായത് നായ കുടിച്ച പാത്രമാണെങ്കിൽ ആ പാത്രം 7 പ്രാവശ്യം കഴുകിക്കൊള്ളട്ടെ എന്ന് പഠിപ്പിച്ചു. ഈ 7 പ്രാവശ്യം എന്നത് നിർബന്ധമാണോ? നിർബന്ധമാണ്. അതാണ് പ്രബലമായ അഭിപ്രായം. അതായത് 7 പ്രാവശ്യം തന്നെ നാം കഴുകണം. അതിലൊരു പ്രാവശ്യം അതിൻ്റെ കൂടെ എന്ത് വേണം? മണ്ണും ചേരണം. ഇമാം നവവി റഹ്മഹുല്ലാ പറഞ്ഞു ഷർഹുൽ മുഹദ്ദബിൽ. ഈ ഷർഹുൽ മുഹദ്ദബ് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് അബൂ ഇസ്ഹാഖ് ഷിറാസിയുടെ അൽ മുഹദ്ദബിൻ്റെ ഷർഹാണ് ഷർഹുൽ മുഹദ്ദബ്. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു ആര്? അബൂ ഇസ്ഹാഖ് ഷിറാസി. ഷിറാസിയുടെ ഷർഹാണ് ഇമാം നവവിയുടെ വിസ്മയിപ്പിക്കുന്ന വളരെ വിശാലമായ ഗ്രന്ഥമാണ്. ഇമാം നവവി റഹ്മഹുല്ലാ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു, വഫാത്തായി. നാം അവസാനമായി ചർച്ച ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വല്ലവരുടെയും പാത്രത്തിൽ നിന്ന് നായ കുടിച്ചാൽ 7 പ്രാവശ്യം കഴുകിക്കൊള്ളണം. അപ്പോൾ ഈ 7 പ്രാവശ്യം 7 എന്ന കണക്ക് നിർബന്ധമാണോ എന്നാണ് നാം അവസാനമായി ചർച്ച ചെയ്തത്. അത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു കാര്യമാണ്. ഫൽയഗ്സിൽഹു 7, 7 പ്രാവശ്യം കഴുകിക്കൊള്ളട്ടെ. മറ്റു നജാസയുടെ വിഷയം അങ്ങനെയല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. അതായത് സാധാരണ നജാസ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നജാസയെ പോക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. നജാസയെ കഴുകി വൃത്തിയാക്കുക, നജിസിനെ പോക്കുക. അതൊരു പക്ഷേ 3 പ്രാവശ്യമായിരിക്കും, 4 പ്രാവശ്യമായിരിക്കും. പക്ഷെ ഇവിടെ 7 എന്ന കണക്ക് നിർബന്ധമാണ്. അതാണ് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും വീക്ഷണം. ഇമാം നവവി റഹ്മഹുല്ലാ ഷർഹുൽ മുഹദ്ദബിൽ പറഞ്ഞു, ويجب غسل إنائه 7 مرات إحداهن بالتراب وبهذا قال أكثر العلماء. 7 പ്രാവശ്യം നിർബന്ധമായും വാജിബാണ് കഴുകൽ. ഇപ്രകാരം ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹദീസിൻ്റെ അർത്ഥം പരിഗണനീയമാണ്. നിർബന്ധമായും 7 പ്രാവശ്യം കഴുകണം. അതേപോലെ തന്നെ ഈ മണ്ണ് 1 പ്രാവശ്യമെങ്കിലും മണ്ണ് കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പകരം സോപ്പൊക്കെ ഉപയോഗിച്ചാൽ മതിയോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ ധാരാളം ശുദ്ധിയാക്കുന്ന ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് മതിയോ? അവിടെയും പ്രബലമായ സൂക്ഷ്മമായ അഭിപ്രായം മണ്ണ് കൊണ്ട് തന്നെ 1 പ്രാവശ്യമെങ്കിലും കഴുകണമെന്നാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്ന് നസ്സാണ്, അതായത് തുറാബ് എന്ന വാക്ക് ഹദീസുകളുടെ റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അത് 1-ാമത്തെ പ്രാവശ്യം 8-ാമത്തെ പ്രാവശ്യം ഒക്കെയുള്ള ആ ഒരു ചർച്ചയുണ്ടെങ്കിൽ തന്നെ തുറാബ് വേണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നസ്സ് പരിഗണിക്കണം എന്നാണ് പണ്ഡിതന്മാരുടെ സൂക്ഷ്മമായ അഭിപ്രായം. ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ പറയുന്നുണ്ട്. അതായത് മണ്ണിന് പകരം മറ്റു വസ്തുക്കൾ പകരമാകുകയില്ല എന്നതിനുള്ള പല ന്യായങ്ങളുമുണ്ട്. ഒന്ന് എന്താണ്? ഹദീസിൽ നസ്സിൽ തുറാബ് മണ്ണ് എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സഹോദരന്മാർ ശ്രദ്ധിക്കണം, സഹോദരിമാരെ, അതായത് മണ്ണല്ലാത്ത മറ്റു ശുദ്ധിയാക്കുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പം സിദിർ, ഉഷ്നാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അന്നും നമ്മളിപ്പോൾ ഇവിടെ ഈ കാലഘട്ടത്തിൽ സോപ്പൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നബിയുടെ കാലത്തും അങ്ങനെയുള്ള അതിന് ബദൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്ത് പറഞ്ഞു? മണ്ണ് എന്ന് പറഞ്ഞു. കാരണം എന്താണ്? മണ്ണ് എന്നതിൽ ശരിക്ക് നമുക്ക് അറിയാത്ത ശുദ്ധീകരിക്കുന്ന പല സംഗതികളുമുണ്ട്. അതിപ്പോൾ ആധുനിക ശാസ്ത്രമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിൻ്റെ എത്രയോ പ്രത്യേകതകളും സവിശേഷതകളും. മണ്ണിന് പകരം മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നസ്സ് പരിഗണിക്കുക. നബിയുടെ കാലഘട്ടത്തിൽ മറ്റു ശുദ്ധിയാക്കുന്ന ദ്രവ്യങ്ങളും അതേപോലെ തന്നെ വസ്തുക്കളൊക്കെ ഉണ്ടായിട്ട് പോലും മണ്ണിന് പകരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല, മണ്ണ് ശരിക്ക് യഥാർത്ഥത്തിൽ വെള്ളത്തിന് പകരം എന്ന നിലക്കും ശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? വെള്ളം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് മാർഗം? തയമ്മും. അത് എന്തുകൊണ്ടാണ്? മണ്ണ് കൊണ്ടാണ്.
ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ. അതായത് ഈ ഭൂമി എനിക്ക് മസ്ജിദും അതേപോലെ തന്നെ ശുദ്ധിയായിട്ട് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ നമുക്ക് നമസ്കരിക്കാം. നമസ്കാര സമയമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും അതിൻ്റെ അസ്ലെന്താണ്, ഹുക്ം എന്താണ്? ശുദ്ധിയുള്ള സ്ഥലമാണെന്നാണ്. അതേപോലെ തന്നെ തഹൂറ, ഈ മണ്ണെന്താണ്? ഈ ഭൂമിയിലെ മണ്ണ് എനിക്ക് ശുദ്ധിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാം. വെള്ളമില്ലെങ്കിൽ മണ്ണാണ് പിന്നീട് പരിഹാരം. ചുരുക്കി പറഞ്ഞാൽ നിർബന്ധമായും മണ്ണ് ഒരു പ്രാവശ്യമെങ്കിലും നാം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കേണ്ടതാണ്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് നായ കുടിച്ച വെള്ളം അത് കുറഞ്ഞ വെള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റം വരും. ആ മാറ്റത്തോടു കൂടി എന്താണ്? അത് നജസ്സായി മാറി. അതല്ലെങ്കിലോ നജസ് കൊണ്ട് മാറ്റം വരാത്ത വെള്ളമാണെങ്കിൽ അത് ശുദ്ധിയുള്ളതാണ്. അതിനുള്ള തെളിവെന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്. വെള്ളം ശുദ്ധിയുള്ളതാകുന്നു, അതിനെ ഒന്നും നജസാക്കുന്നില്ല. അപ്പം അത് ആ ഒരു ഹദീസിൻ്റെ പശ്ചാത്തലമുണ്ട്. എന്താണ് പശ്ചാത്തലം? അതായത് ധാരാളം അഴുക്കുകൾ നബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ധാരാളം അഴുക്കുകളും വൃത്തിയില്ലാത്ത സാധനങ്ങളുമൊക്കെ എറിയപ്പെടുന്ന ഒരു കിണറായിരുന്നു ബിറു ബുദാ എന്ന് പറയും. അതായത് ഇപ്പോൾ മദീന പള്ളിയുടെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ മദീന പള്ളിയോട് അടുത്ത ഒരു സ്ഥലമായിരുന്നു ഈ ബിറു ബുദാ അല്ലെങ്കിൽ ബിറു ബിദാ എന്നും വായിക്കാം. ഈ ബിറു ബുദായിൽ ധാരാളം അഴുക്കുകൾ എറിയപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്, വെള്ളം നജിസാകുമോ ഇല്ലേ എന്ന്. ഇപ്പോഴത്തെ ശരിക്കും നമ്മൾ ആ ലൊക്കേഷൻ നാം മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പം മദീനയിൽ അറിയപ്പെട്ടൊരു ഹോട്ടലാണല്ലോ അൻവാറുൽ മദീന മൂവമ്പിക് ഹോട്ടൽ. അതായത് ഹറമിൻ്റെ പടിഞ്ഞാറ് വടക്ക് ഭാഗത്ത്. അപ്പോൾ ആ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണത്രേ ഈ ബിറു ബുദാഅയുടെ സ്ഥാനം. ഈ ബിറു ബുദാഅയിൽ ധാരാളം അഴുക്കുകൾ, വൃത്തിയില്ലാത്ത വസ്തുക്കളൊക്കെ എറിയപ്പെട്ടിരുന്നു. അങ്ങനെ നബിയോട് ചോദ്യം വന്നു, വെള്ളം ശുദ്ധിയാണ് റസൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മാഅ തഹൂറുൻ അൽ മാഉ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈ. വെള്ളം ശുദ്ധിയുള്ളതാകുന്നു, അതിനൊന്നും നജസാക്കുന്നില്ല എന്ന്. അപ്പോൾ അവിടേക്ക് എന്താണ് പ്രബലമായ അഭിപ്രായം നാം ആവർത്തിച്ചതാണ്. നജസ് കൊണ്ട് വെള്ളം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ദുർഗന്ധം വന്നു, നജസിൻ്റെ ദുർഗന്ധം വന്നു, നജസിൻ്റെ ആ രുചി മാറ്റം വന്നു, അതേപോലെ തന്നെ അതിൻ്റെ കളറ് മാറി. അങ്ങനെയാണെങ്കിൽ അത് നജസ്സാണ് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഹുക്ം എന്താകുന്നു? തഹൂറാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു വിഷയമാണ്, അതായത് ഈ നായയെപ്പോലെ തന്നെയാണോ പന്നി? തീർച്ചയായിട്ടും പ്രബലമായ വീക്ഷണപ്രകാരം അതായത് പന്നിക്ക് നായയുടെ ഹുക്മല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നായ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പന്നി എന്ന് ശരിക്കും പന്നിയുടെ മാംസം കഴിക്കാൻ പാടില്ല. അതൊക്കെ ശരിയാണെങ്കിൽ തന്നെ പന്നി കുടിച്ച വെള്ളം നായ കുടിച്ച വെള്ളം പോലെ തന്നെ 7 പ്രാവശ്യം കഴുകണം നിർബന്ധമുണ്ടോ? ചില മദ്ഹബിൽ, ഷാഫി മദ്ഹബിലൊക്കെ അത് ചെയ്യണമെന്നാണ്. എന്നാൽ പ്രബലമായ വീക്ഷണപ്രകാരം ആ വിഷയത്തിൽ ഒരു നസ്സില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഈ ഒരു 6 അതേപോലെ 7-ാമത്തെ ഹദീസ് വിശദമായി പഠിച്ചു. ഇനി അടുത്ത ഹദീസ് വുളുവുമായി ബന്ധപ്പെട്ട ഹദീസാണ്, 8-ാം നമ്പർ ഹദീസ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അതായത് 6, 7 എന്ന് പറയുമ്പോൾ അവിടെയും ആ എണ്ണത്തിൻ്റെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. കാരണം 6ഉം 7ഉം അത് വ്യത്യസ്ത ഹദീസാണോ? അങ്ങനെയാണെങ്കിൽ 7. അതല്ല ഒരേ അർത്ഥത്തിലുള്ള ഹദീസാണോ? അത് 6ൻ്റെ കൂടെ തന്നെ ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ അതാണ് ഈ എണ്ണത്തിലുള്ള വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം. മനസ്സിലായല്ലോ? 8-ാം നമ്പർ ഹദീസ് എന്താണ്? അൻ ഹുംറാന മൗല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു അൻഹുമ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായിരുന്നു, അടിമവേല ചെയ്യുന്ന ആളായിരുന്നു ഹുംറാൻ റഹിമഹുല്ലാ. മൗല അമീരുൽ മുഅ്മിനീൻ ഉസ്മാൻ ഹിജ്റ 80 ശേഷം വഫാത്തായി. ഹുംറാൻ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ ഉസ്മാനിൻ്റെ വേലക്കാരനായിരുന്നു, അതേപോലെ തന്നെ പണ്ഡിതനുമാണ്. കാരണം നമ്മുടെ സലഫിൻ്റെ കാലഘട്ടത്തിൽ, സഹാബികളുടെ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഈ അടിമ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളിലുള്ള അടിമ വ്യവസ്ഥയെ പോലെയല്ല. അതായത് ഇസ്ലാം നിശ്ചയിച്ച ഒരു നിത്യവേലക്കാരൻ എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ് ഈ അടിമ എന്നത്. അതല്ലാതെ അടിമ എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിതനാകുന്ന ഒരു അവസ്ഥ എന്ന അർത്ഥമല്ല. അത് ഇസ്ലാം പൂർണ്ണമായും നിഷിദ്ധമാക്കുന്നു മാത്രമല്ല, അടിമകളെ സ്വതന്ത്രരാക്കണം, അവരെ മോചിപ്പിക്കണമെന്ന് വളരെ കർശനമായി തന്നെ ഇസ്ലാം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിമയെ മോചിപ്പിച്ചാൽ അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അങ്ങനെ നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല അടിമകൾക്ക്, അതായത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലുള്ള നിത്യമായ വേലക്കാർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്, അവർക്ക് പല വിഷയങ്ങളും ഇളവുകളുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് പഠിക്കാനും പഠിപ്പിക്കുവാനും അതേപോലെ ഇൽമ് പ്രചരിപ്പിക്കുവാനും ഇൽമ് പഠിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, എത്രയെത്ര അടിമകൾ എന്ന പേര് വിളിക്കപ്പെടുന്ന ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ ഇസ്ലാം ചരിത്രത്തിലുണ്ട്. ഉദാഹരണമായിട്ട് നാഫി ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ മൗലയായിരുന്നു. അതേപോലെ ഇക്രിമ ആരാണ്? ഇബ്നു അബ്ബാസിൻ്റെ മൗലയാണ്. ഹുംറാൻ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മൗലയാണ്. ഈ മവാലി എല്ലാവരും പണ്ഡിതന്മാരാണ്, നിസ്സാര പണ്ഡിതന്മാരല്ല കേട്ടോ. ഇബ്നു അബ്ബാസിൻ്റെ ഇൽമ് പ്രചരിപ്പിച്ച വലിയ പങ്കുണ്ടായിരുന്നു ആർക്ക്? ഇക്രിമ റഹിമഹുല്ലാ. അതേപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൻ്റെ പല റിവായത്തുകളും ഉദ്ധരിച്ചതാരാണ്? മൗലയായ ശിഷ്യനായ ഹുംറാൻ റഹിമഹുല്ലാ. ഇതൊക്കെ ശരിക്കും വേറൊരു മേഖലയാണ്. അതിനൊക്കെ നമ്മുടെ അറബി ഭാഷ അറിയുന്ന നമ്മുടെ സഹോദരന്മാർ നമ്മുടെ പൂർവിക ചരിത്രം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അതിന് ഏറ്റവും വിശ്വസനീയമായ ഒരു ഗ്രന്ഥമാണ് ഇമാം ശംസുദ്ദീൻ അദ്ദഹബി റഹിമഹുല്ലാ രചിച്ച സിയറു അഅ്ലാമിൻ നുബല. അത് വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. ധാരാളം ഇൽമ്, നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട സഹാബികളുടെ മൻഹജ്, നമ്മുടെ പൂർവികരായ സലഫിൻ്റെ മൻഹജ്, അഖീദ, അതേപോലെ തന്നെ അവരുടെ ജീവിത ചരിത്രം, ത്യാഗങ്ങൾ, പഠനം, ഇൽമ്, പ്രബോധനം, ഇതൊക്കെ നമുക്ക് അതിലൂടെ പഠിക്കുവാനും സാധിക്കും. എന്താണ് ഹദീസ്? ഹുംറാൻ റഹിമഹുല്ലാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചു, അന്നഹു റഅ ഉസ്മാന ദഅ ബിവദു. അതായത് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉദ്ധരിച്ച വുദുവുമായി ബന്ധപ്പെട്ട ഹദീസാണ് നാം പഠിക്കുന്നത്. അന്നഹു റഅ ഉസ്മാന ദഅ ബിവദു. അതായത് ഹുംറാൻ റഹിമഹുല്ലാ കണ്ടു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വദു ചോദിച്ചു. എന്താണ് വദു എന്ന് പറഞ്ഞാൽ? വുദു എടുക്കുന്ന വെള്ളം. വുദു എടുക്കുന്ന വെള്ളം എന്ത് പറയും? വദു എന്ന് പറയും. വുദു എടുക്കുന്നതിനോ വുദു, വമ്മ കൊടുത്തെന്തായി മാറി? വുദു എടുക്കുക. അപ്പോൾ വുദു എടുക്കുവാൻ നാം ഉപയോഗിക്കുന്ന വെള്ളത്തിനോ വദു എന്ന് പറയും. അതാണ് തുഹൂറും തഹൂറും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം മണ്ണിന് എന്ത് പറയാം? തഹൂറാണെന്ന്. നാം തയമ്മുമിന് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണെന്താണ്? തഹൂറാണ്. എന്നാൽ നാം ശുദ്ധീകരണത്തിന് എന്ത് പറയും? തുഹൂർ. ഇപ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും അത്തുഹൂറു ശത്രുൽ ഈമാൻ. അവിടെ എങ്ങനെ വായിക്കേണ്ടത്? അത്തുഹൂറു ശത്രുൽ ഈമാൻ. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. ഇമാം മുസ്ലിം. അപ്പം അവിടെ എന്താ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ശുദ്ധീകരണം ഈമാനിൻ്റെ പകുതിയാണ്. എന്നാൽ തഹൂർ എന്ന് പറഞ്ഞാലോ ശുദ്ധീകരണത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ മണ്ണ്. ഉദാഹരണം ദഅ ബിവദൂഇൻ ബിഫത്ഹിൽ വാവി وفي باب الوضوء ثلاثا دعا بإناء فيه ماء للوضوء فأفرغ أي فصب. ശരി, فأفرغ على يديه من إنائه. അതായത് വുദൂഇന്റെ വെള്ളം ഉള്ള ആ പാത്രം കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ആ പാത്രത്തിൽ നിന്ന് ഇരു കൈകളിലേക്കും ഒഴിച്ചു എന്ന്. എന്താ അഫ്രഖ എന്ന് പറഞ്ഞാൽ?
ഒഴിച്ചു. ഫഅഫ്റഗ ഐ സബ്ബ അലാ യദൈഹി മിൻ ഇനാഇഹി, ആ പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു. ഫഗസലഹുമാ സലാസ മർറാത്ത്, അങ്ങനെ മുൻകൈകൾ എന്താണ് 3 പ്രാവശ്യം കഴുകി. സുമ്മ അദ്ഖല യമീനഹു ഫിൽ വദു, അതിനുശേഷം വുദുവിൻ്റെ ആ പാത്രത്തിലേക്ക് വെള്ളത്തിലേക്ക് വലത് കൈ ഇട്ടു. സുമ്മ തമദ്മദ വസ്തൻശഖ വസ്തൻസർ സുമ്മ ഗസല വജ്ഹഹു സലാസ, അങ്ങനെ ആ വുദുവിൻ്റെ വെള്ളം കൊണ്ട് കുപ്പിളിച്ചു. അതേപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റി അതിൽ നിന്ന് വെള്ളം ചീറ്റി പുറത്തേക്ക് തള്ളി. അപ്പോൾ എന്താണ് സുമ്മ തമദ്മദ എന്നർത്ഥം കുപ്പിളിച്ചു. വസ്തൻശഖ വെള്ളം കയറ്റി മൂക്കിലേക്ക്, വെള്ളം പുറത്തേക്ക് തള്ളുന്നെന്ന് പറയും വസ്തൻസറ. സുമ്മ ഗസല വജ്ഹഹു സലാസ, ഇതിന് ശേഷം 3 പ്രാവശ്യം മുഖം കഴുകി. വയദൈഹി ഇലൽ മിർഫഖൈനി സലാസ, എന്താണ് അതായത് അതിനുശേഷം കൈകൾ കഴുകി. ഏതുവരെ? കൈമുട്ടുകൾ വരെ. ഈ വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അറബി ഭാഷയിൽ ഇല എന്ന് പറഞ്ഞാൽ ഇത് വരെ എന്നല്ല, ഇതും ഉൾപ്പെടെ എന്നാണ്. ഇലൻ്റെ അർത്ഥം എന്താണ്? മഅ. ഇലക്കൊരു അർത്ഥമുണ്ട്, എന്താണ്? മഅ എന്നുണ്ട്. അതേപോലെ തന്നെ അർജുലക്കും ഇലൽ കഅബൈൻ, നെരിയാണി, നിങ്ങളുടെ കാലുകൾ നെരിയാണികൾ വരെ കഴുകണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? നെരിയാണികൾ ഉൾപ്പെടെ കഴുകണം എന്നാണ്. അവിടെയും മുഫസ്സിറുകൾ മഅ എന്ന് കൊടുത്തിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീറിലേക്ക് നോക്കൂ നിങ്ങൾ, മഅ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബുഖാരിയുടെ ഷർഹിലും ഇല എന്നതിനെന്താ മഅ എന്നാണ് നമുക്ക് ബുഖാരിയുടെ ഷർഹിലും കാണാൻ സാധിക്കുക. അതെന്താണ്? അത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ? അല്ല, അറബി ഭാഷയിൽ അങ്ങനെ തന്നെയാണ്. അതിന് സുബ്ഹാനല്ലാഹ് ഹുറൂഫുൽ മആനി, ഇത് വേറെ വിശാലമായ ചർച്ചയാണ്. അതായത് ഇങ്ങനെയുള്ള പദങ്ങൾക്ക് എന്ത് പറയും? ഹുറൂഫുൽ മആനി എന്ന് പറയും. ഈ ഹുറൂഫുൽ മആനിക്ക് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷേ ഒരു ഹർഫിന് തന്നെ ചിലപ്പോൾ 6 or 7 അർത്ഥങ്ങൾ ഉണ്ടാകും. അതിന് നമ്മുടെ തുല്ലാബുൽ ഇൽമ് ഉപയോഗപ്പെടുത്തേണ്ട പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മുഗ്നിൽ ലബീബ് അൻ കുതുബിൽ അആരീബ്. ഇമാം ഇബ്നു ഹിഷാം അൻ-നഹ്വി അദ്ദേഹം രചിച്ച മുഗ്നിൽ ലബീബ് അൻ കുതുബി അൽ അആരീബ്. ശരി, അപ്പോൾ എന്താണ് ചെയ്തത്? ആദ്യം കൈകൾ 3 പ്രാവശ്യം കഴുകി, എന്നിട്ട് കുപ്പിളിച്ചു, മൂക്കിലേക്ക് വെള്ളം കയറ്റി, വെള്ളം ചീറ്റി, എന്നിട്ട് മുഖം കഴുകി. ഖുർആനിൽ വന്ന ഒന്നാമത്തെ കൽപ്പന എന്താണ് സഹോദരന്മാരെ? വുദുവിൻ്റെ ആയത്ത് ഖുർആനിലുണ്ട്. സൂറത്തുൽ മാഇദയിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നമസ്കാരത്തിലേക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ, നമസ്കാരം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഗ്സിലൂ വുജൂഹക്കും. ഖുർആനിൽ പറഞ്ഞ ഒന്നാമത്തെ ഫർള് എന്താണ്? മുഖം കഴുകുക എന്നാണ്. അതിൻ്റെ വിശദീകരണമാണ് ഹദീസിൽ. എന്താണ്? ആദ്യം കുപ്പിളിച്ചു, മൂക്കിലേക്ക് വെള്ളം കയറ്റി, ചീറ്റി എന്നൊക്കെ പറയുമ്പം അതും മുഖത്തിൽപ്പെട്ടതാണല്ലോ. അപ്പം അവിടെയാണ് പണ്ഡിതന്മാർക്ക് ചർച്ച. ഖുർആനിൽ വന്നതാണെങ്കിൽ അതെന്താണ്? ഫർളാണ്, റുക്നാണ്. മറ്റേത് സുന്നത്താണ്. ചർച്ച വരാനുള്ള കാരണം എന്താണ്? ഖുർആനിൽ ഇപ്പോൾ കുപ്പിളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? അവിടെയും പ്രബലമായ അഭിപ്രായം എന്താണ്? ഖുർആനിൽ കുപ്പിളിക്കുക അല്ലെങ്കിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്ന ആ പദമില്ലെങ്കിൽ തന്നെ അത് മുഖത്തിൽപ്പെട്ടതാകുന്നു. 1. 2, ഫൽ യസ്തൻഷിഖ്, അതേപോലെ തന്നെ ഫൽ യസ്തൻഫിർ, ഇങ്ങനെയുള്ള കൽപ്പനകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം എന്താണത്? അതും പ്രബലമായ വീക്ഷണപ്രകാരം എന്താണ്? കുപ്പിളിക്കുക, അതേപോലെ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറഞ്ഞു ശരിക്കും എന്താണ്? വാജിബാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഖുർആനിൽ വന്ന കൽപ്പന എന്തൊക്കെയാണ്? ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കഴുകുക. എന്താണ്? വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, കൈമുട്ടുകൾ ഉൾപ്പെടെ നിങ്ങളുടെ കൈകൾ കഴുകിക്കൊള്ളുക, 2 കൈകളും. വഅയ്ദിയക്കും, നിങ്ങൾ കൈകൾ കഴുകുക. വംസഹൂ ബിറുഊസിക്കും, ഖുർആനിൽ വന്ന 3ാമത്തെ കൽപ്പന എന്താണ്? അതായത് നിങ്ങളുടെ തല നിങ്ങൾ തടവിക്കൊള്ളുക. വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ, അതായത് നെരിയാണി ഉൾപ്പെടെ നിങ്ങളുടെ കാലുകൾ നിങ്ങൾ കഴുകിക്കൊള്ളുക. അപ്പോൾ എത്ര കൽപ്പനയാണ് ഖുർആനിൽ വന്നത്? 1 ഫഗ്സിലു വുജൂഹക്കും, 1. 2 വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, കൈകൾ കഴുകുക, എന്ത് കൈമുട്ടുകൾ വരെ. പിന്നെ തല തടവുക. 4 എന്താണ്? കാലുകൾ കഴുകുക. അപ്പോൾ ഇത് ശരിക്ക് ഫർളാன വിഷയത്തിൽ എന്തില്ല? തർക്കമില്ല. മനസ്സിലായല്ലോ? തർക്കമുള്ള വിഷയങ്ങളാണ് പിന്നീട് ഖുർആനിൽ വരാത്ത മറ്റു സംഗതികൾ.
ഉദാഹരണത്തിന് നമ്മൾ വുദു എങ്ങനെ തുടങ്ങുക? ബിസ്മി കൊണ്ട്. ബിസ്മി സുന്നത്താണോ വാജിബാണോ തർക്കമുണ്ട്. ഹംബലി മദ്ഹബിൽ വാജിബ് എന്നാണ്. എന്താ കാരണം? ലാ വുദൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാത്ത വുദു ശരിയല്ല എന്നൊരു ഹദീസുണ്ട്. ആ വുദു ഇല്ല, അല്ല ആ വുദു പൂർണ്ണമല്ല, രണ്ട് വ്യാഖ്യാനങ്ങളാണ്. അപ്പം അതിനടിസ്ഥാനത്തിൽ അത് വാജിബാണോ സുന്നത്താണോ എന്ന് തർക്കം. അപ്പം അവിടെ തീർച്ചയായിട്ടും സൂക്ഷ്മത എന്താണ്? അത് വാജിബാണ് എന്ന ആ ഒരു അഭിപ്രായം നാം മാനിക്കണം എന്ന് തന്നെയാണ്. കാരണം എന്താണ്? ലാ വുദു ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി എന്ന ആ ഒരു ശരിക്ക് ആ ഒരു ഹദീസിൻ്റെ വാഹിർ പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിവിന് പരമാവധി എന്താണ് ഈ നാമം ഈ ബിസ്മില്ല ഒരിക്കലും മറക്കരുത്. മറന്നു പോയാൽ വുദു നഷ്ടപ്പെടുമോ? ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നു, മറന്നു പോയാൽ വുദു ബാത്തിലാകുകയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഖുർആനിൽ വന്ന ഈ കൽപ്പനകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ ആ ഒരു തെർത്തീബ് നാം പരിഗണിക്കണം. കാരണം വുദൂഇൻ്റെ ഫർദിൽപ്പെട്ടതാണ് എന്ത്? തെർത്തീബ്. അപ്പം വുദൂഇൻ്റെ ഫർദ് എന്ന് പറഞ്ഞാൽ ഒന്നെന്താണ്? മുഖം കഴുകുക, രണ്ട് കൈകൾ കഴുകുക. ഏത് കൈകൾ കഴുകുക? അതായത് മുഖം കഴുകിയതിന് ശേഷമുള്ള ആ കഴുകുക ഉണ്ടല്ലോ, അതാണ് ഫർദ്. കൈമുട്ടുകൾ ഉൾപ്പെടെ. മൂന്നാമത്തെ ഫർദ് എന്താണ്? തല തടവുക. അത് നാം വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതായത് കുറഞ്ഞ ഭാഗം തടവിയാൽ മതിയോ, അതായത് മൊത്തം തടവണോ? അത് മൊത്തം തടവണം എന്നാണ് ശരിയായ അഭിപ്രായം. നാലാമത്തെ ഫർദ് എന്താണ്? കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇത് ഫർദാണ്. അഞ്ചാമത്തെ ഫർദ് എന്താണ്? തെർത്തീബ്. അതായത് വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. ഫഗ്സിലൂ വുജൂഹക്കും, പിന്നെന്താണ്? വഅയ്ദിയക്കും, പിന്നെന്താണ്? വംസഹൂ ബിറൂസിക്കും, പിന്നെ വഅർജുലക്കും. ഈ തെർത്തീബ് ഉദ്ദേശിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ തെർത്തീബ് തെറ്റിക്കാൻ പാടില്ല. തെർത്തീബ് നിർബന്ധമാണ്. അതേപോലെ നമസ്കാരത്തിൽ ഇപ്പം റുക്കൂഇന് മുമ്പ് സുജൂദ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. തെർത്തീബ് എന്താണ്? റുക്നാണ്. അതേപോലെ വുദൂയിലും ആ തെർത്തീബ് ഖുർആനിൻ്റെ ആ നസ്സ് നാം പരിഗണിക്കണം. അതേപോലെ മുവാലാത്തു എന്ന് പറഞ്ഞാൽ അതായത് ഈ അവയവങ്ങൾ കഴുകുന്നതിന് ഇടയ്ക്ക് എന്ത് വരാൻ പാടില്ല? ഗ്യാപ്പ് വരാൻ പാടില്ല. അത് തുടരെ കഴുകണമെന്നാണ്. ആ തുടർച്ചയ്ക്ക് എന്ത് പറയും? മുവാലാത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരാൾ വുദു എടുത്ത് ഇപ്പോൾ കൈകൾ കഴുകി 1 മണിക്കൂർ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉദാഹരണത്തിന് എന്താണ് മുഖം കഴുകി അല്ലെങ്കിൽ മറ്റുള്ള കാലുകൾ കഴുകി, അപ്പോൾ അതൊക്കെ എന്താണ്? ആ മുവാലാത്ത് തെറ്റി, വുദു ശരിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ 6 ഫർദുകൾ നമ്മുടെ ഓർമ്മയിൽ വേണം. ഇതൊക്കെ ശരിക്കും പ്രമാണങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. ഇവിടെ നാം ശ്രദ്ധിക്കണം എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വുദു എടുത്തിട്ട് സുമ്മ ഗസല വജ്ഹഹു സലാസൻ, 3 പ്രാവശ്യം മുഖം കഴുകി, വയദൈഹി അൽ മിർഫഖൈനി സലാസൻ, അതായത് കൈമുട്ടുകൾ വരെ ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകി, സുമ്മ മസഹ ബിറഅസിഹി, എന്നിട്ട് എന്താണ്? തല തടവി, സുമ്മ ഗസല കിൽതാ റിജ്ലൈഹി സലാസൻ, 2 ഇരുകാലുകളും 3 പ്രാവശ്യം കഴുകി. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതവദ്ദഉ നഹ്വ വുദൂഇ ഹാദാ. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, സഹാബികൾ എങ്ങനെയാണ് ഇൽമ് എത്തിച്ചു കൊടുക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വുദു എടുത്തതായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സഹാബികൾ കണ്ട അതേ സിഫത്ത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വഖാല, എന്നിട്ട് പറഞ്ഞു മൻ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലവനും എൻ്റെ ഈ വുദു പ്രകാരം വുദു എടുക്കുകയും സുമ്മ സല്ല റകഅത്തൈൻ, അതിനുശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലാ യുഹദ്ദിഥു ഫീഹിമാ നഫ്സ, അതായത് അവൻ സ്വന്തത്തോട് ആ നമസ്കാരം 2 റക്അത്ത് നമസ്കരിച്ചപ്പോൾ അവൻ എന്താണ് മറ്റു ചിന്തകളിലേക്കൊന്നും പോകാതെ നമസ്കാരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുശൂഅോട് കൂടി 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. അപ്പോൾ ഈ ഒരു സുന്നത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വുദു എടുത്തതിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്താണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്
നബി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു പദവി, ആ ഒരു പ്രത്യേക പദവി ഉണ്ടല്ലോ, സ്വർഗത്തിൽ ബിലാലെ താങ്കളുടെ നടക്കുന്നതിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, ചെരുപ്പിൻ്റെ അനക്കം ഞാൻ കേട്ടു. അപ്പോൾ എന്താണ് ബിലാൽ എന്ന് പറഞ്ഞത്? ഞാൻ വുദു എടുത്തിട്ടുണ്ടെങ്കിൽ അത് പകലാകട്ടെ രാത്രിയാകട്ടെ ഞാൻ വുദു എടുത്തിട്ടുണ്ട്, വുദുക്ക് ശേഷം 2 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സുന്നത്തും പണ്ഡിതന്മാർ ഇതോടൊപ്പം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിൻ്റെ പരിപൂർണമായ ഭാഗം അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നാം പൂർത്തീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഇൽമ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ഇഖ്ലാസോട് കൂടി അത് ജനങ്ങൾക്ക് പ്രബോധനം നടത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അല നബീന വറസൂലിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.